എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേറ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അതായത് ഇതിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ഇനി അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതായത് നിങ്ങൾ മാർക്ക് കൂട്ടിയെടുത്തും അതായത് ആപ്ലിക്കേഷൻ അയച്ചെടുത്തും ചില പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ പേര് എന്നെ വിളിച്ചു. അപ്പോൾ അതിൽ കുറേ പേർക്കും ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അയക്കാൻ പോകുന്നവരും അയച്ചവരും. കാരണം ഇത് തെറ്റായിട്ട് അയച്ചു കഴിഞ്ഞാൽ ബാധിക്കാൻ പോകുന്നത് ശരിയായിട്ട് മാർക്ക് കിട്ടേണ്ടവരെ കൂടെയാണ്. ഒന്ന്. രണ്ടാമതൊരു കാര്യം, അവരത് സീരിയസ് ആയി എടുക്കില്ല. ഒരുപാട് ഇങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പോകുന്നതെങ്കിൽ അതവർ സീരിയസ് ആയിട്ട് എടുക്കില്ല. അപ്പോൾ ഇന്ന രണ്ട് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അതനുസരിച്ച് മാത്രം ചെയ്യുക. ഓക്കെ. ഓക്കെ, അപ്പം നമ്മുടെ ഇതാണ് OMR ഷീറ്റ്. 150 മാർക്കിൻ്റെ OMR ഷീറ്റാണ് നമ്മുടെ കേറ്റിനുള്ളത്. നിങ്ങൾക്കത് അറിയാം. അപ്പോൾ ഇതിൽ പ്രശ്നം പറ്റുന്നത് വന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫഷണൽ കീ ഉണ്ടല്ലോ, പ്രൊഫഷണൽ കീ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ OMRൽ നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ ടിക്ക് ചെയ്യുക എന്നതുണ്ട്. അപ്പം അതായത് നമ്മൾ ശരിയായിട്ടുള്ളത് നോക്കിയിട്ട് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം കാറ്റഗറി ഒന്നിനെ സംബന്ധിച്ച് നോക്കാം. ഇപ്പം ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എ ആണെന്ന് വെക്കുക. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എയിൽ 144ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രൊഫഷണൽ കീ ആദ്യം നോക്കുന്ന സമയത്ത് ഈ 144 എന്നുള്ളതിനെ ഒഴിവാക്കുക. ഓക്കെ, 144 എന്നുള്ളത് ഒഴിവാക്കുക. കാരണം നമ്മുടെ പ്രൊഫഷണൽ കീയിൽ ചിലപ്പോൾ 144 എന്നുള്ളതിലെ പ്രൊഫഷണൽ കീ കൊടുത്ത ആൻസർ പ്രകാരം നിങ്ങൾക്ക് അത് ശരിയായിരിക്കും. പ്രൊഫഷണൽ കീയിലെ റെക്ടിഫൈഡ് വരുന്ന മുന്നേയുള്ള പ്രൊഫഷണൽ കീയിൽ കൊടുത്ത ആൻസർ പ്രകാരം നിങ്ങൾക്ക് ഈ 134 എക്സാമ്പിൾ 134 എന്നുള്ളത് ശരിയായിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ ഒരു ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ 89 മാർക്ക് അല്ലെങ്കിൽ 81 മാർക്കൊക്കെ വന്നു. അപ്പം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും? ഇതെല്ലാം കൂട്ടും. അപ്പം ഈ ആൾറെഡി ഈ 134 നിങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് 81 മാർക്ക് വന്നു. എപ്പോൾ നിങ്ങൾ പറയും ഇനി ഒരു മാർക്ക് കൂടെ വരാനുണ്ടെന്ന് പറയും. അപ്പം അങ്ങനെയല്ല വരേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ 134 146 ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം കൂട്ടരുത്. 134 146 ഈ രണ്ട് ക്വസ്റ്റ്യന് നിങ്ങൾ കൂട്ടരുത്. കാറ്റഗറി 1ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 134 146 കൂട്ടരുത്. കൂട്ടാതെ പ്രൊഫഷണൽ കീ എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ OMR ക്വസ്റ്റ്യൻ പേപ്പർ OMR കുറേ പേർ കളഞ്ഞു പോയെന്ന് പറഞ്ഞു. അവർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഈ താഴെ ഈ റെക്ടിഫൈഡ് കീ തന്നിട്ടുള്ള ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ കൂട്ടരുത്. കൂട്ടാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2 മാർക്കും കൂട്ടാതെ നിങ്ങൾക്ക് 80 വന്നിട്ടുള്ളതെന്ന് നോക്കുക. ഓക്കെ, ഇപ്പൊ 80 എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മാർക്ക് കൂടെ ചേർത്ത് 82 ആവും. ഇല്ല, ഈ 2 ക്വസ്റ്റ്യനും കൂട്ടാതെ നിങ്ങൾക്ക് 78 വന്നിട്ടുള്ളത് എന്നും റിസൾട്ടിൽ 80 വന്നിട്ടുള്ളതെങ്കിൽ ഈ 2 മാർക്ക് അവർ കൂട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായോ ഞാൻ പറയണത്? ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ ചോദ്യ പേപ്പർ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ OMR ഷീറ്റ് എടുത്ത് വെക്കുക. നിങ്ങൾ OMR ഷീറ്റ് എടുത്ത് വെക്കുക, ഈ റെക്ടിഫൈഡ് ആൻസർ കീ എടുത്ത് വെക്കുക. എന്നിട്ട് ഈ റെക്ടിഫൈ 1 തൊട്ട് 150 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ശരി ഏതാണ്, നിങ്ങൾ എഴുതിയത് ഏതാണ്, ഉത്തരം ഏതാണെന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 144 എക്സാമ്പിൾ 144 146 ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ കൂട്ടരുത്. കാരണം പ്രൊഫഷണൽ ആൻസർ കീയിൽ നിങ്ങൾ ടിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് 2 ശരിയായിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ പിന്നെ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ വീണ്ടും എക്സ്ട്രാ 2 കിട്ടില്ല. അപ്പം ഇത് 2 നിങ്ങൾ കൂട്ടരുത്. കൂട്ടാതെ നിങ്ങൾ എന്ത് ചെയ്യുക? എത്ര മാർക്കുണ്ട് എന്നുള്ളത് നോക്കുക. അതിൽ 78 മാർക്കാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിസൾട്ടിലും 78 എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കൂടെ കിട്ടും 80. ഇനി നിങ്ങൾക്ക് ഈ നിങ്ങൾ നോക്കിയ OMRൽ 78 നിങ്ങളുടെ റിസൾട്ടിൽ 80 ആണെങ്കിൽ ഈ 2 എക്സ്ട്രാ മാർക്ക് കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ എന്നെ വിളിക്കുക. കാരണം തെറ്റായിട്ട് ആപ്ലിക്കേഷൻ അയക്കരുത്. അയച്ചു കഴിഞ്ഞാൽ പലർക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞത് പ്രകാരം നോക്കിയപ്പം പലർക്കും മാർക്ക് ആഡായിട്ടുണ്ട്. മാർക്ക് ആൾറെഡി പരീക്ഷ പറയുന്ന ആഡായിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് അയ്യോ അത് ആഡായിട്ടുണ്ട് മാം, ഇങ്ങനെയല്ല നോക്കിയത്. ഇവർ ആദ്യം എന്തെങ്കിലും കൂടെ ടിക്ക് ഇടും, അതിനുശേഷം വീണ്ടും എക്സ്ട്രാ 2 മാർക്ക് ചോദിക്കും. അങ്ങനെയല്ല, നമ്മൾ ഈ 2 ചോദ്യങ്ങൾ ഒഴിവാക്കി വെക്കുക. അവസാനമാണ് കൂട്ടേണ്ടത്. നമ്മൾ റിസൾട്ടുമായിട്ട് അവസാനം കൂട്ടുന്ന സമയത്ത് ഈ 2 മാർക്ക് കൂട്ടിയിട്ടുണ്ടോ എന്ന് വേണം നോക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പം അല്ലാത്തവർ ചിലപ്പം അല്ലാതെ കിട്ടാതെ ഉണ്ടാവും. പക്ഷെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇനി കാറ്റഗറി 2ന്റെ കാര്യം പറയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് സൈക്കോളജി ആൻഡ് പെഡഗോജിയിലെ 2 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്.
അല്ലെ, സൈക്കോളജി ആൻഡ് പെഡഗോജിയിലെ 2 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ 2 മാർക്കും നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. സോഷ്യൽ സയൻസുകാർക്ക് അത് ക്യാൻസൽ അല്ല ചെയ്തിട്ടുള്ളത്. സോഷ്യൽ സയൻസ് എഴുതിയവർ ശ്രദ്ധിക്കുക, അതിന്റെ ഫൈനലൈസ്ഡ് ആൻസർ ബിയിൽ നിന്ന് ഡി ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഡി എഴുതിയവർക്ക് മാത്രമേ ഈ പറയുന്ന പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എയിലാണെങ്കിൽ 58ാമത്തെ ചോദ്യത്തിനും, ബിയിലാണെങ്കിൽ 57നും, സിയിലാണെങ്കിൽ 47നും, ഡിയിലാണെങ്കിൽ 37ാമത്തെ ചോദ്യത്തിന് മാർക്ക് കിട്ടുള്ളൂ. അത് ആൻസർ ഡി എഴുതിയവർക്ക് മാത്രം, അല്ലാതെ എല്ലാവർക്കും ഈ സോഷ്യൽ സയൻസിൽ ഒരു മാർക്ക് കിട്ടില്ല. അത് ആൻസർ കീ ഫൈനലൈസ്ഡ് ചെയ്ത് മാറ്റിയതാണ്, അത് ക്യാൻസൽ ചെയ്തതല്ല. പക്ഷേ കാറ്റഗറി 2-ൽ 2 മാർക്ക് ഈ പറഞ്ഞ പോലെ മാർക്ക് കിട്ടാത്തവർക്കുണ്ടെങ്കിൽ 2 മാർക്ക് ക്യാൻസൽ ചെയ്തുകൊണ്ട് കിട്ടും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി കാറ്റഗറി 3ന്റെ കാര്യം പറയുമ്പോൾ ഇതും സെയിം ആയിട്ട് ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റഗറി 3-ൽ ഇംഗ്ലീഷിൽ 2 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ജനറൽ പേപ്പർ ഇംഗ്ലീഷിലാണ്, മെയിൻ പേപ്പർ ഇംഗ്ലീഷിൽ, ജനറൽ പേപ്പർ ഇംഗ്ലീഷിലാണ് അത് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അത് ഓർക്കുക, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പറഞ്ഞിട്ടുണ്ട് 3002 ആണ്, 3002 ആ കോഡിലാണ് ക്വസ്റ്റ്യൻ പേപ്പറും ഉള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അത് നോക്കുക. നോക്കുന്ന സമയത്ത് 2 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതുപോലെ ഫൈനലൈസ്ഡ് ചെയ്ത് എ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റോങ് ക്വസ്റ്റ്യൻ, നേച്ചർ സയൻസിൽ കിട്ടേണ്ട 1 മാർക്ക് എല്ലാവർക്കും കിട്ടേണ്ടതാണ്, 1 മാർക്ക് കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ OMR നോക്കുന്ന രീതിയിൽ ആദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പർ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂട്ടുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ, നിങ്ങളെ റിസൾട്ടിൽ ആഡ് ചെയ്യുമ്പോൾ സെയിം മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ റിസൾട്ടുള്ള മാർക്ക് അല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെന്നാണ് അർത്ഥം. ഇനി 1-2 പേർക്ക് 1-2 മാർക്ക് കൂടിയിട്ടും ഉണ്ട് കേട്ടോ. ആൻസർ കീയിൽ 1-2 മാർക്ക് റിസൾട്ടിനേക്കാൾ കൂടിയിട്ടും വന്നിട്ടൊക്കെ ഉണ്ട്. അതുപോലെ മാത്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്സും ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതിന് മാർക്ക് കിട്ടും. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് അത് ആൻസർ ഫൈനലൈസ് ചെയ്ത് ബിയിൽ നിന്ന് എ ആക്കിയതാണ്, കിട്ടില്ല. പിന്നെ സംസ്കൃത് എഴുതിയവർ അറിയാലോ, സംസ്കൃത് എഴുതിയവർക്കും സെയിം കാര്യങ്ങളാണ്. അപ്പം ഇതിങ്ങനെ വ്യക്തമായിട്ട് അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും, കിട്ടേണ്ടവർ കൂടെ കിട്ടാതെ പോകും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് OMR ആദ്യം ചെക്ക് ചെയ്യുക. OMRും പ്രൊഫഷണൽ ആൻസർ കീയും വെച്ച് ചെക്ക് ചെയ്യുക. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആൻസർ കീ ഒന്നുമല്ല, പ്രൊഫഷണൽ ആൻസർ കീയും OMRും വെച്ച് ചെക്ക് ചെയ്യുക. നമ്മുടെ ഈ റെക്ടിഫൈഡ് ആൻസർ കീയിലുള്ള ക്വസ്റ്റ്യനെ മാറ്റി നിർത്തി ചെക്ക് ചെയ്യുക. മാറ്റി നിർത്തി ചെക്ക് ചെയ്തതിന് ശേഷം ഈ 2 ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇത് 2 കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ റിസൾട്ടിന് തുല്യമാണോ എന്ന് നോക്കുക. ഇല്ല, കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. റെക്ടിഫൈഡ് ആൻസർ, അല്ലാതെ എക്സ്ട്രാ 2 മാർക്ക് കിട്ടില്ല ആർക്കും. ഓക്കെ, അത് ഓർക്കുക. കാരണം ഒരുപാട് പേര് തെറ്റായിട്ട് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. പ്രാവശ്യം ഇപ്പോൾ കുറേ ആദ്യം പോകുന്ന കുറേ തെറ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ പിന്നെ അവർക്ക് തന്നെ മടുത്തു, നിങ്ങൾക്ക് അറിയാമല്ലോ, അവർ നോക്കില്ല. അപ്പം കിട്ടാതെ ഉള്ളവർക്ക് അത് കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടും. അപ്പം അത് നമ്മളായിട്ട് മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത ശേഷം മാത്രം അയക്കുക. പിന്നെ വേറൊരു കാര്യം, കിട്ടാതെ ഇതിപ്പം ശ്രദ്ധിക്കാതെ മാർക്ക് കൂടിയവരും അയച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പിന്നെ അത് OMR അവർ കമ്പ്യൂട്ടറൈസ്ഡ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവും കൂടിയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. അതൊക്കെ കുറയ്ക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇത് നേരിട്ട ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നത് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് മാത്രം ചെയ്യുക. അബദ്ധങ്ങൾ കാണിക്കരുത്. അബദ്ധം കാണിച്ച് നിങ്ങൾ അയക്കരുത്. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണ്. അവരതോടൊക്കെ മുഖവിലേക്ക് എടുക്കില്ല തെറ്റായിട്ട് ആപ്ലിക്കേഷൻസ് പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ അയക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം.